താങ്ക്സ് എ ലോട്ട്. ഹലോ, ഗസറ്റിൽ പബ്ലിഷ് ചെയ്യാതെ പേര് മാറ്റുന്നത് കുറ്റകരമാണ് കേട്ടോ മിസ്റ്റർ എക്സ്. കൊച്ചുവെളുപ്പാൻ കാലത്ത് ഗസറ്റൊക്കെ തപ്പിപ്പോകാൻ പറ്റുമോ സാറേ? ചന്തക്കാട് വിശ്വനിഗ്രഹമാണല്ലോ ചന്ദ്രദാസ് IPSന്റെ അവതാര ലക്ഷ്യം തന്നെ. ആൽഫബറ്റ്സിലെ ഏതെങ്കിലും ഒന്നാണെങ്കിൽ കുറച്ചുകൂടെ ക്രെഡിബിലിറ്റി കൂടുമെന്ന് ഞാൻ വിചാരിച്ചു. പിടികിട്ടിയ ചരക്കിന്റെ സോഴ്സും ടാർഗറ്റും ഒക്കെ എനിക്കറിയാം. എന്തെങ്കിലും ഒരു ജോലി സാറിനും വേണ്ടേ? യൂസ് യുവർ സ്കിൽസ്. പിന്നെ പ്രസിന് പറ്റിയൊരു ഹെഡ്ലൈൻ ഞാൻ തരാം. നഗരത്തിൽ വൻപിച്ച മയക്കുമരുന്ന് വേട്ട, കമ്മീഷണർ ചന്ദ്രദാസിന്റെ തൊപ്പിയിലെ ആദ്യത്തെ പൊന്തൂവൽ. ഗുഡ് നൈറ്റ്. പത്രവ്യവസായത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ചീഫ് എഡിറ്റർ തന്നെ വിൽപ്പന രംഗത്തേക്ക്. നഗരത്തിൽ വമ്പിച്ച മയക്കുമരുന്ന് വേട്ട, കമ്മീഷണർ ചന്ദ്രദാസിന്റെ തൊപ്പിയിൽ ആദ്യത്തെ പൊന്തൂവൽ. നഗരത്തിൽ വമ്പിച്ച മയക്കുമരുന്ന് വേട്ട, കമ്മീഷണർ ചന്ദ്രദാസിന്റെ തൊപ്പിയിൽ ആദ്യത്തെ പൊന്തൂവൽ. അയ്യോ എല്ലാം പോയേ, അയ്യോ എല്ലാം പോയേ, എന്റെ സാധനം പോയേ. എന്തായി കാണിക്കുന്നേ? അയ്യോ നെഞ്ചത്തടിക്കല്ലേ? അയ്യോ അടിക്കല്ലേ എന്ന്. അയ്യോ ഒന്ന് പതുക്കെ നിലവിളിക്കണ്ട മനുഷ്യനെ. പുറത്തു നിൽക്കുന്ന ആൾക്കാർ കേൾക്കും, അവരൊക്കെ അറിയുമെന്ന്. എല്ലാരും അറിയട്ടെ, എനിക്ക് ഇത്തിരി വേഷം കലക്കിട്ടായോ. എന്റെ 1.5 കോടി പോയേ, എനിക്ക് മരിക്കണം വക്കീലേ. ഇതെന്തൊരു പാടായത്. എനിക്ക് എന്നാ ഇടി ഇടിച്ചിടിച്ച് ചങ്ക് വെള്ളവാക്ക്. പഴയ ആത്മ ഇളകി ചാവട്ടെ. ദേ കണ്ടോ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ വാ ഇവിടെ, ഇവിടെ വരാൻ. ഇരിക്കവിടെ. അയ്യോ അയ്യോ എനിക്കിനി ജീവിക്കണ്ട. അയ്യോ എന്റെ അമ്മോ, എനിക്കിനി ജീവിച്ചിരിക്കണ്ട. അച്ഛന്റെ നിലവിളിയിലേ കേൾക്കുന്നത്. ഇന്നെന്താണ് കാര്യം? ഞങ്ങൾക്കൊന്നും അറിയില്ല എന്റെ രാജമോനെ. ഒരു ഫോൺ കാൾ വന്നു, അപ്പൊ തുടങ്ങിയതാ. അയ്യോ എന്ത് വൃത്തിയുടെ അച്ഛനെ കാണിക്കുന്നത്? കാശ് പോയി അങ്ങോട്ട് പോട്ടെ, അത് വേറെ വരും. ഇനി നാട്ടുകാരുടെ മുമ്പിൽ കൂടെ നാറണോ? നാറിയടാ, നിന്റെ അച്ഛൻ നാറിയാടാ. 10-40 കൊല്ലം മുമ്പ് ചെർപ്പളശ്ശേരിയിലെ കാളക്കച്ചവടക്കാരൻ പൈലിയുടെ സൈക്കിളും ഓട്ടിച്ചോണ്ട് ഈ പട്ടണത്തിൽ വന്നവനാടാ ഞാൻ. ഈ കാണായ സ്വത്ത് നിന്നെ നിന്റെ പെങ്ങളെ ഒക്കെ ഉണ്ടാക്കി നാറിത്തരം കാണിച്ചിട്ടാ. തന്തക്കാരുള്ള ജാതകത്തിൽ പറഞ്ഞ ഇവന്റെ ജാതകം നോക്കി കണിയാൻ എന്താ വക്കീലാ പറഞ്ഞേ? എന്താ പറഞ്ഞേ? ഇവൻ തന്തയെ കൊണ്ട് പോകുന്നല്ലേ? കൊണ്ടുപോട്ടെ. അയ്യോ റൈറ്ററെ, എന്നെ കൊണ്ടുപോകാൻ എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. വന്നതിന് ശേഷം, അല്ലാതെ മക്കളെ കുറ്റം പറഞ്ഞോണ്ടിരുന്നാൽ എങ്ങനെ?